ഷംസീർ അവർകൾ, ഏറെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ, ഏറെ പ്രിയപ്പെട്ട വേദിയിലുള്ള ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ശ്രീ സുധീശൻ, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള ഗുരുതുല്യരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നിയമസഭയുടെ മുൻ സ്പീക്കർ ശ്രീ ജി കാർത്തികേയൻ അവர்களுടെ രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കി ശ്രീ എസ് സുധീശൻ രചിച്ചിട്ടുള്ള ഒറ്റ എന്നുള്ള പുസ്തകം DC ബുക്സ്, കറണ്ട് ബുക്സിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. നിയമസഭയിൽ ധാരാളം പ്രോഗ്രാമുകൾ നടക്കുകയാണ്. കൃത്യമായിട്ടുള്ള സമയത്തിൻ്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് നീണ്ട ഒരു സ്വാഗത പ്രസംഗത്തിലേക്കോ അധ്യക്ഷത്തിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. ഈ ഒരു പുസ്തകം ശ്രീ ജി കാർത്തികേയൻ അവர்களுടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ചില ഏടുകളിൽ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം നീണ്ടകാലം പ്രവർത്തിച്ച മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ സുധീശൻ എഴുതിയതാണ്. അദ്ദേഹം കാലങ്ങളായി അമ്മയോടും എന്നോടുമൊക്കെ ഇങ്ങനൊരു പുസ്തകം എഴുതണം എന്നുള്ള ഒരാഗ്രഹം നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം ആ പുസ്തകം എഴുതി, അത് കലാകൗമുദി പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് DC ബുക്സ് ഈ ബുക്ക് ഇപ്പോൾ ഈ ഒരു നിയമസഭയുടെ പുസ്തകോത്സവത്തിലൂടെ ഇന്ന് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചുകൊണ്ട് നിങ്ങൾ വായിക്കുന്ന ആളുകളാണ് അതിന് അഭിപ്രായം പറയേണ്ടത്. കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ ശ്രീ ജി കാർത്തികേയൻ എന്ന ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ടവറിംഗ് ആയിട്ടുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒന്നായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ചില ഏടുകൾ നമ്മളെപ്പോലുള്ള ആളുകൾ പഠിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് ഓരോ ആളുകൾക്കും മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രചോദനമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള ഈ ഒരു സ്വാഗതം പറയുക എന്നുള്ള ഒരു ചടങ്ങ് ചെറിയ സമയത്തിൽ ഞാൻ പൂർത്തീകരിക്കുകയാണ്. ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള നിയമസഭയുടെ സ്പീക്കർ ശ്രീ AN ഷംസീറാണ്. കൃത്യമായിട്ടൊരു രീതിയിൽ നിയമസഭയെ മുന്നോട്ട് കൊണ്ടുപോയി ധാരാളം പുതിയ പ്രവർത്തനങ്ങൾ സഭയിൽ കൊണ്ടുവന്ന ശ്രീ ഷംസീർ, ഞാൻ സ്വാഗതം ഒരു പുസ്തകോത്സവമായതുകൊണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ഒരു വായന ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നിയമസഭയിൽ കഴിഞ്ഞ ടേമിൻ്റെ സമയത്ത് അദ്ദേഹം ഭരണപക്ഷത്തിൻ്റെ MLA ആയിരുന്നു. ശ്രീ ഷംസീറിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് എപ്പോൾ പോയാലും ഒരു ഹിന്ദു ദിനപത്രം കാണും. എല്ലാ ആളുകളും നിയമസഭയിൽ പത്രം കൊണ്ടുപോകാറുണ്ട്, ആ ഗ്യാപ്പിൽ വായിക്കാൻ നോക്കുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ഹിന്ദു ദിനപത്രം ഒരു 11 മണി കഴിഞ്ഞ് ശ്രീ ഷംസീർ മേശപ്പുറത്ത് വെച്ചാൽ ഞാനതിലേക്കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു 1 മണിയാകുമ്പോൾ അത് ഏകദേശം അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ കിടക്കും. ഒരു 3-3:30 ആകുമ്പോൾ സഭ കഴിയുമ്പോൾ ഹിന്ദു ദിനപത്രം പൂർണ്ണമായി എല്ലാ ദിവസവും വായിച്ചിരുന്നൊരു വ്യക്തിയാണെന്നുള്ളത് വളരെ ദൂരെ നിന്ന് അന്ന് കണ്ടിരുന്നു. അപ്പോൾ വായനയുടെ കാര്യത്തിൽ വളരെയധികം ഇൻഡെപ്തിൽ നോളജുള്ള ഒരാൾ കൂടിയാണ് തീർച്ചയായിട്ടും നമ്മുടെ സഭാനാഥനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള സ്പീക്കർ ശ്രീ AN ഷംസീറിനെ വളരെ സ്നേഹപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ശ്രീ ജി കാർത്തികേയൻ അവர்களോട് ഏറ്റവും കൂടുതൽ അഭേദ്യമായിട്ട് ബന്ധമുള്ള ശ്രീ വി ഡി സതീശൻ, അദ്ദേഹത്തിന് അതേ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോയി കാർക്കശ്യത്തോടു കൂടി തന്നെ സഭാവിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതീകമായി മുന്നോട്ട് പോകുന്ന ശ്രീ വി ഡി സതീശൻ്റെ എഴുത്തിനോടും വായനയെക്കുറിച്ചുമുള്ള ആഭിമുഖ്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ മിനിയാന്നൊരു ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ കാണുകയായിരുന്നു. ഹൗ നോട്ട് ടു ഫോൾ ടു ഡിക്റ്റേറ്റർ എന്നുള്ള പുസ്തകത്തെക്കുറിച്ച്. ആ പുസ്തകം ഞാൻ വാങ്ങിച്ചതാണ്, അതിവേക്കൊക്കെ അറിയാം. വാങ്ങിച്ച് ഞാനൊരു 10 പേജ് വായിച്ച് പിന്നെ വായിക്കാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചൊരു പുസ്തകമാണ്. പക്ഷെ അങ്ങനത്തെയുള്ള ഡെപ്തിലുള്ള പുസ്തകങ്ങൾ പോലും അത് വായിക്കുക മാത്രമല്ല, അത് തൻ്റെ നിരന്തരമുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഈ വായന എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയങ്കരനായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ പുസ്തകം ഏറ്റുവാങ്ങിക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവர்களെ വളരെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മളോട് കുറച്ച് വാക്കുകൾ പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമാണ്. മാതൃഭൂമിയിലെ സണ്ണിക്കുട്ടി എബ്രഹാം എന്നോട് ചോദിക്കുകയാണെങ്കിൽ വിവിധ തലമുറകൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു പാലമാണ്. കാരണം 80കളിലും 90കളിലുമൊക്കെ നിയമസഭാ മന്ദിരത്തിൽ പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് നടത്തിയിരുന്ന ഒരാൾ അതേ തീവ്രതയോടുകൂടി തന്നെ ഇന്ന് ചാനലുകളിലും മറ്റും കറണ്ട് കേരള പൊളിറ്റിക്സും പറയുന്നുണ്ട്. അതുകൊണ്ട് 80 മുതൽ ഈ കാലം വരെയുള്ള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ സ്പന്ദനങ്ങൾ, അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തുള്ള സംവിധാനങ്ങളുടെ സ്പന്ദനങ്ങളൊക്കെ വേറെ ആരേക്കാൾ നന്നായിട്ട് അറിയാവുന്ന പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ സണ്ണിക്കുട്ടി എബ്രഹാമിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് പ്രിയങ്കരനായിട്ടുള്ള ശ്രീ S സുധീഷനാണ്. വീക്ഷണം ദിനപത്രത്തിൽ പത്രപ്രവർത്തകരായി തുടങ്ങി ദീർഘകാലം രാഷ്ട്രീയ രംഗത്ത് പത്രപ്രവർത്തനം നടത്തിക്കൊണ്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള AN സാർ അടക്കമുള്ള ആളുകളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ആശയങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ള ശ്രീ സുധീഷൻ്റെ കഴിഞ്ഞ ഒരു 50 വർഷത്തെ 60 വർഷത്തെ രാഷ്ട്രീയം
സസൂക്ഷ്മം കോൺഗ്രസ് പാളയത്തിൽ നിന്ന് വീക്ഷിച്ചിട്ടുള്ള ശ്രീ ജി കാർത്തികേയനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് അദ്ദേഹത്തെ ഇത്രയും നല്ല ചില ഏടുകൾ കണ്ടുപിടിച്ച് പുസ്തകം എഴുതാൻ കഴിഞ്ഞത്. ശ്രീ സുധീഷിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഒരു ഫലമാണ് ഇന്ന് ഈ ബുക്ക് ഇവിടെ റിലീസ് ചെയ്യുന്നത്. പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ സുധീഷനെ സ്നേഹപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ധാരാളം ആളുകൾ ശ്രീ ജി കാർത്തികേയനുമായി ബന്ധമുള്ള നമ്മളായിട്ട് ബന്ധമുള്ള ധാരാളം ആളുകൾ MLA ശ്രീ ഐ വി സതീഷുണ്ട്, ശ്രീ ചന്ദ്രേട്ടനുണ്ട്, ശ്രീ മാലതി സരളാദേവിയുണ്ട്, ശ്രീ TV ചന്ദ്രമോഹൻ അവർകളുണ്ട്, പല ആളുകളുമുണ്ട്. ഞാൻ പേരെടുത്ത് ആരിലേക്ക് മുടക്കുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ശ്രീ ജി കാർത്തികേയൻ കേരളം വിട്ടു പോയിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിലും ദീപ്തമായിട്ടുള്ള ഓർമ്മകൾ, ക്ലാവ് പിടിക്കാത്ത ദീപ്തമായിട്ടുള്ള ഓർമ്മകൾ മനസ്സിലുള്ള നിങ്ങൾ ഓരോ ആളുകളെയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഡോക്ടർ MT സുലേഖയും ഒക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ബുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്യാൻ ഒരു അവസരം നൽകിയ DC ബുക്സിനും പ്രത്യേകിച്ച് ശ്രീ രവി DCക്കും ശ്രീ പ്രകാശിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ഒരു വേദി നൽകിയ കേരള നിയമസഭാ സെക്രട്ടേറിയറ്റിനും സ്പീക്കറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. മറ്റ് ഔപചാരികളൊന്നുമില്ലാതെ പുസ്തകം പ്രകാശനം ചെയ്യുവാനായി ഏറെ പ്രിയങ്കരനായിട്ടുള്ള സ്പീക്കർ പ്രകാശനം ചെയ്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷം നൽകിക്കൊണ്ട് പുസ്തകം നമ്മൾ പ്രകാശനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, S സുധീഷ്, ശബരി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കാർത്തികേയൻ സാറുടെ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ശബരിയായിരുന്നു. ശബരിനാഥൻ എന്നെ വിളിച്ച് ഒന്ന് സമയം എന്തായാലും ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. തീർച്ചയായും എൻ്റെ പ്രൊഡ്യൂസറുടെ ഒരു പുസ്തകം, അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകം പ്രകാശനം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാൽ നോ പറയുന്നതിൽ അനൗചിത്യത്തെക്കുറിച്ച് ആലോചിച്ചാണ് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വന്നത്. അതോടൊപ്പം കാർത്തികേയൻ സാറുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ബന്ധം ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയുന്നില്ല. അദ്ദേഹത്തെ എനിക്ക് ഏതാണ്ട് 2004 മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹവുമായി ബന്ധം സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. ബന്ധം തുടങ്ങുന്നത് ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ്. 1994 കരിങ്കൊടി കാണിക്കൽ സമരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കരിങ്കൊടി കാണിക്കൽ സമരം തുടങ്ങിയത് 2004 അന്ന് അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു. SFIയുടെ നേതാവായ ഞങ്ങൾ, SFI പ്രവർത്തകന്മാരായ ഞങ്ങൾ അന്നത്തെ വിദ്യാഭ്യാസ നയത്തിനെതിരെ കരിങ്കൊടി സമരം കേരളത്തിലെമ്പാടും തീരുമാനിച്ചു. കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം കൂത്തുപറമ്പിൽ തന്നെ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ കാർത്തികേയൻ നായർ സർ വന്നു. 2 സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒന്ന് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജാണ്, 2 റാണി ജയ്. ഈ 2 സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പരിപാടി ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സ്ഥലത്ത് കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിൽ അവിടെ കരിങ്കൊടി കാണിച്ചു. അതൊരു വേറെ ബാച്ചായിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് രണ്ടാമത്തെ റാണി ജയ് സ്കൂളിൽ കരിങ്കൊടി കാണിക്കാൻ തീരുമാനിച്ച ബാച്ചിനെ ലീഡ് ചെയ്യുന്നത് ഞാനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി 2ാം സ്ഥാനത്ത് 2ാം കേന്ദ്രത്തിലും SFIക്കാർ കരിങ്കൊടി കാണിക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി പോലീസ് റാണി ജയ് സ്കൂളിലെ ഓഡിയൻസിനെ കംപ്ലീറ്റ് കവർ ചെയ്തിരുന്നു. ഇപ്പോൾ സ്വാഭാവികം അതിനകത്ത് സമരത്തിലൊരു സൈസ് ഞാനാണല്ലോ, വണ്ണവും തടിയൊക്കെ ഉള്ള ഒരാൾ. പെട്ടെന്ന് തന്നെ അവരെന്നെ ലൊക്കേറ്റ് ചെയ്തു. അയാളവിടെ ഇരിക്കുന്നുണ്ട്. ആദ്യം വന്ന് റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. അവർ ആദ്യം തന്നെ അവിടെ വളരെ ഏത് സമയത്താണോ ഞാൻ എണീക്കുന്നത് അപ്പോൾ തന്നെ പിടിക്കാൻ സജ്ജമായി എനിക്ക് ചുറ്റും ഒരു 10 പോലീസുകാരുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങളുടെ ആൾക്കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരെയും പോലീസ് റൗണ്ട് അപ്പ് ചെയ്തിരുന്നു. കാർത്തികൻ സാർ പ്രസംഗം തുടങ്ങിയ ഉടനെ ആൾക്കൂട്ടത്തിൽ ഞാൻ മുദ്രാവാക്യം വിളിച്ചു, എൻ്റെ കൂടെയുള്ളവർ മുദ്രാവാക്യം വിളിച്ചു. പോലീസ് ഞങ്ങളെ ഫോഴ്സ്ഫുള്ളായി അവിടെ നിന്ന് റിമൂവ് ചെയ്യുമ്പം അടിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരുന്നു. അപ്പം അദ്ദേഹം മൈക്കിൽ വിളിച്ചു പറഞ്ഞു, അവരെ തല്ലരുത്. കാർത്തികേയൻ എന്ന വ്യക്തിക്കെതിരായ സമരമല്ല, അത് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ സമരമാണ്. വീണ്ടും പോലീസ് കേൾക്കാതെ ഞങ്ങൾക്ക് നേരെ പോലീസിൻ്റെ കയ്യിൽ ആയുധങ്ങളുമായി പാഞ്ഞെടുത്ത് ആളുകൾ വളയാൻ, KPക്കാരുൾപ്പെടെ വളയാൻ തുടങ്ങിയപ്പം അദ്ദേഹം വീണ്ടും ഉറക്ക മൈക്കിൽ വിളിച്ചു പറഞ്ഞു, ഇത് മന്ത്രിയുടെ ഉത്തരവാണ്, അവരെ തല്ലാൻ പാടില്ല. ഞങ്ങളെ ഫോഴ്സ്ഫുള്ളായി അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്തു. അന്ന് അദ്ദേഹം ഞങ്ങളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ
ഒരുപക്ഷെ ഞങ്ങളന്ന് ഭീകരമായി ലാത്തി ചാർജിന് വിധേയമാക്കുകയും ഞങ്ങളെ കൂത്തുപറമ്പിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അന്ന് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനം തോന്നി. കാരണം ഞങ്ങളുടെ പ്രകടനത്തെ മൈൻഡാക്കാതെ, മുദ്രാവാക്യത്തെ മൈൻഡാക്കാതെ അന്ന് അടിച്ചോട്ടെ എന്ന് വിചാരിച്ച് വിട്ടിരുന്നുവെങ്കിൽ അന്ന് ആ സമരത്തിനുള്ള ഞങ്ങളെല്ലാം പോലീസ് ഭീകരമായി തല്ലിച്ചതക്കുമായിരുന്നു. അന്ന് അദ്ദേഹത്തോട് തുടങ്ങിയ ആദരവ് മരിക്കുന്നവരെ സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ടീച്ചറോടും ഞാൻ ഈ അനുഭവം പങ്കുവച്ചിരുന്നു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായ ഞാൻ അദ്ദേഹം മരിക്കുന്ന ഘട്ടത്തിൽ DYFIയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ടീച്ചറോട് ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. അത് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് ഇവിടെ ഇറങ്ങുന്നത്. കേരള രാഷ്ട്രീയത്തിലെ ശബരിനാഥൻ ഉപയോഗിച്ച വാക്ക് ടവറിംഗ് പേഴ്സണാലിറ്റി എന്നാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ആ വാക്കിന് അനുയോജ്യനായ വ്യക്തി തന്നെയാണ് ശ്രീ ജി കാർത്തികേയൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിന്ന ഉജ്ജ്വലമായൊരു വ്യക്തിത്വം, അതാണ് ശ്രീ ജി കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലൊരു പുസ്തകം ഇറക്കിയത് ഒരുപക്ഷെ ഒരു അക്കാഡമിക് പുസ്തകമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ കാലത്തെ പൊതുപ്രവർത്തകർക്ക്, പുതിയ കാലത്തെ വിദ്യാർത്ഥി പ്രവർത്തകർക്ക്, യുവജന പ്രവർത്തകർക്ക്, പൊതുപ്രവർത്തകർക്കെല്ലാം അവർക്കെല്ലാം ഭാവിയിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥമായി ഈ പുസ്തകം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അനുവാദത്തോടെ ഈ പുസ്തകം പ്രസാദനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. നന്ദി സ്പീക്കർ. ഈ പുസ്തകം ഏറ്റുവാങ്ങിയ പ്രിയങ്കരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർക്ക്. പ്രിയപ്പെട്ട സ്പീക്കർ, അതുപോലെ ശ്രീ സുധീഷേട്ടൻ, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, പ്രിയങ്കരായ ശ്രീ ശബരി, ബഹുമാനപ്പെട്ട സുലേഖ ടീച്ചർ, മറ്റ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കാർത്തികേയൻ സാറിനെ കുറിച്ചൊരു പുസ്തകം ഒറ്റ എന്ന പേരിൽ എഴുതിയ സുധീഷൻ ചേട്ടനെ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. 4 പതിറ്റാണ്ടുകൾ, അതിൽ 3 പതിറ്റാണ്ടുകൾ അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം, ഹൃദയബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നത് ശ്രീ ജി കാർത്തികേയനാണ്. എന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സഹായിച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരൊന്നുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ശ്രീ ജി കാർത്തികേയനായിരുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയും. ഞാൻ NSUI സെക്രട്ടറി ആയിരുന്ന കാലത്ത് എന്നെ കൈപിടിച്ച് കൊണ്ടുപോയി ലീഡർ ശ്രീ K കരുണാകരൻ്റെ അടുത്തും ശ്രീ AK ആൻ്റണിയുടെ അടുത്തും കൊണ്ടുപോയി ഇവനെ നിയമസഭയിൽ മത്സരിപ്പിക്കണം, ഇവൻ നിയമസഭയിൽ വന്നാൽ നമുക്കൊരു അസറ്റായിരിക്കും എന്ന് ആദ്യം ഒരാൾ പറയണ്ടേ നമ്മളെക്കുറിച്ച്? ആദ്യം പറഞ്ഞത് അദ്ദേഹമാണ്. എനിക്ക് വേണ്ടി പറയാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എന്നെ കൈപിടിച്ച് നടത്താൻ ആരും ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ അനുഭവിച്ച് പ്രയാസപ്പെട്ട് ഞാൻ നിൽക്കുന്ന ഒരു കാലത്താണ് എനിക്ക് സാറ് വഴി ഞാൻ ഈ നിയമസഭയിലേക്ക് വന്നത്. ഇന്ന് ഞാൻ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കാൻ പോവുകയാണ് നിയമസഭാ അംഗം എന്നുള്ള നിലയിൽ. ഞാൻ അദ്ദേഹത്തോട് അത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ നിയമസഭാ അംഗമാവില്ലായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, ഒരു അനുജനെ പോലെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ചില നിലപാടുകളിൽ കാർക്കശ്യം ഉണ്ടായിരുന്ന ഒരാളാണ്, വിട്ടുവീഴ്ചകൾ ചെയ്യാത്ത ഒരാളാണ്. ഒരുപക്ഷെ ചില നിലപാടുകളിൽ കാർക്കശ്യം ഞാനെടുക്കുമ്പോൾ ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്നിലുണ്ടായിട്ടുണ്ട്, ഉറപ്പായും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ, എല്ലാ കാര്യത്തിലൊന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങളും ബന്ധങ്ങളും എല്ലാം ഉണ്ട്. വലിയൊരു വായനക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പോലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാകുകയും തിരിച്ചടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ തളർന്നു പോകുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം. കാരണം വായനയുടെ ഒരു ലോകത്തായിരുന്നു. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീച്ചറുമായിട്ടുള്ള പ്രണയത്തെ കുറിച്ച് തുടങ്ങി ഉള്ള ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തെ വിവാദത്തിൽപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ലാവ്ലിൻ കേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലാവ്ലിൻ കേസ് വിവാദമായ സമയത്ത് ശ്രീ ജി കാർത്തികേയനെ കൂടി അതിനകത്ത് പെടുത്താനൊരു ശ്രമം നടത്തിയിരുന്നു. അന്ന് അസംബ്ലിയിൽ
ഞാൻ ആദ്യമായി MLA ആയി വന്നപ്പോൾ വലിയൊരു ചർച്ച വെച്ചു. കാർത്തികേയൻ സാറിൻ്റെ കാലത്തെ കുറ്റ്യാടി പദ്ധതിയും പിണറായി വിജയൻ്റെ കാലത്തെ ലാവ്ലിൻ പദ്ധതിയും ഇത് രണ്ടും ഒരുമിച്ച് ചർച്ച ചെയ്തു. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, എനിക്ക് സംസാരിക്കണം, നീ കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വെൽ പ്രിപ്പയർഡാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിയമസഭാ കക്ഷി നേതൃത്വത്തോട് പറഞ്ഞു, അപ്പോൾ ജൂനിയറായിട്ടുള്ള ഈ ചെറുക്കൻ എന്തിനാണ് ലാവ്ലിൻ കാര്യത്തിൽ സംസാരിക്കുന്നതെന്ന് പലരും കണ്ണു ചൊളിച്ചു. പക്ഷെ അന്ന് ഞാൻ എന്താണ് കുറ്റ്യാടി പദ്ധതിയും എങ്ങനെയാണ് ശ്രീ കാർത്തികേയൻ മനോഹരമാക്കിയത്, പൂർത്തിയാക്കിയത്, കനേഡിയൻ ഗവൺമെൻറ് നമുക്ക് നൽകിയ സഹായം അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്തായിരുന്നു, ചോദിച്ചതിനേക്കാൾ കൂടുതൽ കനേഡിയൻ ഗവൺമെൻറ് നമുക്ക് കാര്യങ്ങൾ തന്നു എന്ന് കൊച്ചിൻ പോർട്ടിൽ അവരിറക്കിയ മെറ്റീരിയലിൻ്റെ റെസീറ്റാണ് ഞാൻ നിയമസഭയിൽ ഹാജരാക്കിയത്. ഇപ്പോഴത്തെ കേസ് അത് കിട്ടിയില്ല എന്നുള്ളതാണ് ആ രണ്ട് കേസും തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അദ്ദേഹം പിന്നീട് ഞാൻ വന്നതിന് ശേഷം എല്ലാ പ്രശ്നങ്ങളിലും അദ്ദേഹത്തിൻ്റെ പുറകിൽ ഞാനുണ്ടായിരുന്നു, കൂടെ ഞാനുണ്ടായിരുന്നു. അത് എനിക്ക് വലിയൊരു ആത്മസംതൃപ്തി നൽകിയ ഒരു കാര്യമാണ്. അദ്ദേഹം കൈ പിടിച്ച അന്ന് മുതൽ അദ്ദേഹം മരണം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരാളാണ്. എൻ്റെ വഴികാട്ടിയായി നടന്ന ആളാണ്, കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. ഈ സംസ്ഥാനം മുഴുവൻ ഇത്രമാത്രം ബന്ധങ്ങളുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. സൗഹൃദങ്ങൾ പേരെടുത്ത് വിളിക്കാൻ ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും ഓരോ മണ്ഡലത്തിലും ചെന്നാൽ ആളുകളെ പേരെടുത്ത് വിളിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 10,000 പേരുടെയെങ്കിലും അഡ്രസ്സ് അദ്ദേഹത്തിന് കാണാതെ അറിയാമായിരുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്പറുകൾ, അന്ന് ഇതുപോലെ മൊബൈൽ ഫോണൊക്കെ പിന്നീടല്ലേ വന്നു, അതിനു മുമ്പ് അദ്ദേഹത്തിന് കാണാതെ ടെലിഫോൺ നമ്പറുകൾ അറിയായിരുന്നു. നിരന്തരമായിരുന്ന ഓർമ്മയിൽ നിന്നെടുത്ത് ഓരോ ജില്ലയിലും പോകുമ്പോൾ ഫോൺ ചെയ്യുന്നത് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. സൗഹൃദങ്ങൾ സൂക്ഷിക്കുമായിരുന്നു, ഹൃദയബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എഴുത്തുകാരുമായി അവരുടെ പുസ്തകങ്ങൾ വായിച്ച് അവരുമായി, ഞാൻ നല്ല പുസ്തകം വായിച്ചാൽ അപ്പോൾ എഴുത്തുകാരനെ വിളിക്കാറുണ്ട്. ഞാനത് പഠിച്ചത് സാറിൽ നിന്നാണ്. സാറൊരു നല്ല പുസ്തകം വായിച്ചാൽ അത് എഴുതിയ ആളെ വിളിച്ച് അഭിനന്ദിക്കും. എന്നോട് പറഞ്ഞു, നല്ല പുസ്തകം വായിച്ച് നല്ലതാണെന്ന് തോന്നിയാൽ വിളിച്ച് അഭിനന്ദിക്കും. അവർക്ക് അതിനേക്കാൾ വലിയ പ്രോത്സാഹനമില്ല. അങ്ങനെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് പുതിയ പുസ്തകങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഞാനിപ്പോഴും എനിക്കിഷ്ടപ്പെട്ടൊരു നല്ല പുസ്തകം വായിച്ചാൽ ഞാൻ ആ എഴുത്തുകാരനെ വിളിച്ച് അഭിനന്ദിക്കാറുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ നമുക്ക് ഒരാൾ വേറൊരാളാകാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായ രീതികളുണ്ടാവും. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ടായിരുന്നു. അദ്ദേഹം തലയെടുപ്പോടു കൂടിയാണ് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നത്. ഒരു തരത്തിലുമുള്ള ഒരു കറ പോലും പുരളാതെയാണ് അദ്ദേഹം തിരിച്ച് മടങ്ങിപ്പോയത്. ഒരു സംശയം അക്കാര്യത്തില്ല. അഭിമാനത്തോടു കൂടിയാണ് മടങ്ങിപ്പോയത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മരിച്ചപ്പോൾ കിട്ടിയ ഒരു യാത്രയെ ഒരു സെറിമോണിയൽ സെൻഡ് ഓഫ് ആയിരുന്നു. സെറിമോണിയൽ സെൻഡ് ഓഫ്. ഞാൻ ആ വാചകം പറയാൻ കാര്യം, സെറിമോണിയൽ സെൻഡ് ഓഫ് എന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളായിരുന്നു കാർത്തികേയൻ സാർ. സെറിമോണിയൽ സെൻഡ് ഓഫാണ് അദ്ദേഹത്തിന് കേരളവും ഈ തിരുവനന്തപുരവും കൊടുത്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല ഏടുകളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് ചുരുക്കി റീഡബിലിറ്റി ഉള്ള രീതിയിൽ, അതാണൊരു പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്ന റീഡബിലിറ്റി. ഈ പുസ്തകം തുറന്നാൽ തീർത്തിട്ടേ നമ്മൾ മടക്കി വയ്ക്കുക. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ നല്ല രീതിയിൽ ശ്രീ കാർത്തികേയൻ സാറിനെക്കുറിച്ച് ഒരു നല്ല ചിത്രം അതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. ശ്രീ ജി കാർത്തികേയനെക്കുറിച്ച് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഒരുപാട് മാതൃകകൾ അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുണ്ട്. ഞാനിത് ഏറ്റുവാങ്ങാൻ ബഹുമാന്യനായ സ്പീക്കറിൽ നിന്നും ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. പ്രിയങ്കരായിട്ടുള്ള ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ ഷംഷീർ, പ്രതിപക്ഷ നേതാവ് സതീശൻ, ശബരി, സുധീശൻ, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ജി കാർത്തികേയൻ, അദ്ദേഹത്തെക്കുറിച്ച് സുധീശൻ എഴുതിയ ഒരു രാഷ്ട്രീയ ജീവചരിത്രം ഇപ്പോൾ ഇവിടെ പ്രകാശിതമായിരിക്കുകയാണ്. അത് പ്രകാശനം ചെയ്യാൻ സർവ്വതാ യോഗ്യരായ 2 പേരാണ് അത് നിർവഹിച്ചത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം സതീശൻ തന്നെ ഇവിടെ പറഞ്ഞു, GK എന്ന് പറയുന്ന ഒരു നല്ല വായനക്കാരനെക്കുറിച്ച്. ഞാൻ ഷംസീറിൽ കാണുന്ന ആ ഒരു സാമ്യമാണ്, നല്ലൊരു വായനക്കാരൻ. ഒരുപക്ഷേ GKയെയും
തോൽപ്പിക്കുന്ന ഒരു വായനക്കാരനാണ് സതീശൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ വർഷാവസാനം അദ്ദേഹം വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ കുറിപ്പെഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ അസൂയാണ് തോന്നുന്നത്. അതൊക്കെ സതീശൻ വെറുതെ പറയുന്നതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ഞാൻ അന്വേഷിക്കുമ്പോൾ അതല്ല, അത് മുഴുവൻ വായിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ആ പുസ്തകം സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ യോഗ്യത, അത് സതീശൻ തന്നെ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൈപിടിച്ച് ഉയർത്തിയ മനുഷ്യൻ. അതിനപ്പുറത്ത് ജി കാർത്തികേയന് സതീശനിൽ നിന്നൊരു ഗുരുദക്ഷിണ കിട്ടാനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ സർവ്വതാ യോഗ്യരായ ആളുകൾ സദസ്സിലേക്ക് നോക്കുമ്പോൾ ആ മനുഷ്യൻ്റെ സ്നേഹ സാമ്രാജ്യം എത്ര വിപുലവും വിശാലവുമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതാ ചന്ദ്രേട്ടൻ വരെ വന്നിരിക്കുക, പാലക്കാട് നിന്ന് കെ ചന്ദ്രൻ. ഇവിടെ ചന്ദ്രമോഹനുണ്ട്, മാലത്ത് സരളാദേവിയുണ്ട്, ജോണിയുണ്ട്. അങ്ങനെ ആ വ്യക്തിയുടെ ആ സൗരഭ്യം പുലർത്തിയ സ്നേഹ സാമ്രാജ്യത്തിൻ്റെ വൈപുല്യമോർത്ത് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. എനിക്ക് ഈ ചടങ്ങിൽ, ഈ പ്രൗഢമായ ചടങ്ങിൽ 10 മിനിറ്റ് സമയം അവകാശമായി കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തെ GK എന്ന് വിളിക്കാൻ എനിക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം തന്നിരുന്നു. അതൊരു സ്വാതന്ത്ര്യമായിട്ട് തന്നെയാണ് ഞാൻ എടുത്തതും. ഈ കാർത്തികേയൻ എന്നല്ല ഞാൻ അദ്ദേഹത്തെ സംബോധന ചെയ്തിരുന്നത്. അദ്ദേഹം എന്നോട് കാട്ടിയ സ്നേഹവായ്പിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു നൽകിയ സ്നേഹനിർഭരമായ ബഹുമാനത്തിൻ്റെയും ഒരു അവകാശമാണ് ഇന്ന് ഇവിടെ എനിക്ക് ലഭിച്ച 5 മിനിറ്റ് എന്ന് കരുതാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഈ ഒരു ചടങ്ങിൽ ഒരു മാധ്യമപ്രവർത്തകനെ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കണമെങ്കിൽ GKയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പേരുണ്ട്. പക്ഷെ അതിലെങ്ങനെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷമാണുള്ളത്. നമ്മൾ ചില വ്യക്തികളെ അനുസ്മരിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് വലിയ സവിശേഷതകളും പ്രത്യേകതകളുമുള്ള ആളുകളെക്കുറിച്ച് പലരും പല കാര്യങ്ങളും ആവർത്തിച്ച് തന്നെ പറയും. GKയുടെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. GKയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം നിലപാടുകളിൽ ഉറച്ചു നിന്നതിനെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാനായിട്ട് കഴിയില്ല. ആ നിലപാടുകളിലെ ഉറപ്പ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് GKയെ പഠിക്കുമ്പോൾ അത് നിർഭയത്വത്തിൽ നിന്ന് ഉയർകൊള്ളുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെറുതെ നിർഭയത്വമുണ്ടായാൽ പോരാ, അതിന് ബൗദ്ധികമായ ഒരു അടിയറ വേണം. അല്ലെങ്കിൽ ചില നിർഭയന്മാർ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും. GK അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാൻ അങ്ങനെ തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം സ്വന്തം വഴിവെട്ടി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. സതീശൻ ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം എനിക്കും ശകലം കിട്ടിയിട്ടുണ്ടോ എന്ന്. അതൊരു പക്ഷേ ഒരു പിൻഗാമിക്ക് ലഭിക്കുന്ന ഒന്നായിരിക്കാം. പക്ഷേ സതീശനോട് ഞാൻ ഇവിടെ വെച്ചൊരു അപേക്ഷ വയ്ക്കുകയാണ്. അങ്ങനെ ഒരു അല്പം കാർക്കശ്യം കൂടുതലുണ്ടെങ്കിൽ അത് വേണ്ട, ഇന്നത്തെ കാലത്ത് അത് വേണ്ട. ഞാനത് പറയാൻ കാര്യം, സുധീഷിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച പദവികളെക്കാൾ കൂടുതൽ ലഭിക്കാതെ പോയ അവസരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുമാണ് പറയുന്നത്. അത് ലഭിക്കാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തെ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം പുലർത്തിയ നിലപാടുകളിലെ കാർക്കശ്യമായിരുന്നു. ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത പ്രകൃതമായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ പേര് ഒറ്റയാനല്ല. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒറ്റയാൾ പോരാളി എന്ന അർത്ഥത്തിലാണ് ഈ പുസ്തകത്തിന് ആ ശീർഷകമിട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ വ്യക്തിയായിരുന്നു ജി കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ മനസാക്ഷി ആർക്കും പണയം വെക്കാതെയാണ് ആ പോരാട്ടം മുഴുവൻ നടത്തിയത്. അദ്ദേഹം ജയിച്ചോ തോറ്റോ എന്നുള്ളതൊരു രണ്ടാമത്തെ പ്രശ്നമാണ്. പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ലഭിച്ചതിനേക്കാൾ ലഭിക്കാതെ പോയ പദവികൾ. 1982 പോലും ഞങ്ങളൊക്കെ അദ്ദേഹത്തിനൊരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചതാണ്. പിന്നെ എം പി ഗംഗാധരൻ്റെ രാജി കഴിഞ്ഞപ്പോൾ, പിന്നെ 91 തോന്നുന്നു ഉറപ്പിച്ചതാണ്. പക്ഷേ അദ്ദേഹം ലഭിക്കാതെ പോയ ഒരു പദവിയെപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പരാതിയല്ല, സങ്കടം, അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് KPCC പ്രസിഡന്റ് പദത്തെക്കുറിച്ചാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പലവട്ടം ജിക്ക് അത് സംസാരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പുകളായിരുന്നു അന്ന് കോൺഗ്രസ്സിലെ പ്രസിഡന്റുമാരെയും മറ്റ് ഭാരവാഹികളെയും തീരുമാനിക്കുന്നത്, അത് നമുക്കെല്ലാം അറിയാം. പക്ഷേ അന്നത്തെ 2 ഗ്രൂപ്പുകളും ഒന്നിച്ച് ആവശ്യപ്പെട്ടിട്ടും ജിക്ക് ആ പദവി ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തിൽ ടീച്ചർ അതിനെക്കുറിച്ച്, ടീച്ചറാണെന്ന് തോന്നുന്നു, ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ജിയുടെ വിധി ആ ഇന്ദിരാഭവൻ്റെ താഴത്തെ നിലയിലെ ഇടത്തെ മുറിയിൽ ഇരിക്കാനായിരുന്നു. മുകളിലത്തെ മുറിയിലേക്ക് കടക്കാൻ ഒരുപക്ഷെ ദൈവം പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചറുടെ വാചകമാണെന്ന് തോന്നി ഈ പുസ്തകത്തിൽ ഉണ്ട്. കോൺഗ്രസിൻ്റെ 67 ശേഷമുള്ള തലമുറയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് 1967 9 അംഗങ്ങളായി ചുരുങ്ങിപ്പോയ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്നത് ഒന്ന് കെ കരുണാകരൻ, അദ്ദേഹത്തിൻ്റെ നേതൃപാടവമ്മ. മറ്റേത് യൂത്ത് കോൺഗ്രസും KSUവും കോൺഗ്രസിനുള്ളിൽ പ്രസരിപ്പിച്ചൊരു പുതിയ ചൈതന്യമായിരുന്നു. വയലാരവിയും ആൻ്റണി ഉമ്മൻചാണ്ടിയും സുധീരനും ഒക്കെ ആ പാരമ്പര്യത്തിൽ വന്നവരാ. ആ ചൈതന്യവാഹകരുടെ 1ാം തലമുറയിൽപ്പെട്ടവരാ. അതിൽ 2ാം തലമുറയായിരുന്നു ജി കാർത്തികേയൻ ഒറ്റയ്ക്ക് ആ 2ാം തലമുറയുടെ ധർമ്മം നിർവഹിച്ചുവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോഴീ പുസ്തകം ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് സുധീശൻ നമുക്കാർക്കും അറിയാൻ പറ്റാത്ത പല കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ധരിച്ചത്. അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പശ്ചാത്തലം ഞാൻ ഈ പുസ്തകത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പല പല കാര്യങ്ങൾ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് പിളരുമ്പോൾ അന്ന് ആദ്യമായിട്ട് ഡൽഹിക്ക് പോയ, കേരളത്തിൽ നിന്ന് പോയ 5 പേരിൽ ഒരാൾ ജി കാർത്തികേയനായിരുന്നു. പല നേതാക്കളും പിന്നീടാണ് ഇന്ദിരാഗാന്ധി ആണ് ശരി, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കൂടാണ് ജനങ്ങളെന്ന് മനസ്സിലാക്കിയത്. ജി കാർത്തികേയൻ ആദ്യം പോയ, മുൻപേ ഗമിച്ച വിഭാഗത്തിൽപ്പെട്ടവരാ. അദ്ദേഹത്തിന് അവസാനം സ്പീക്കറായിരുന്നു. അതിനെക്കുറിച്ച് സുധീശൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, ഈ സ്പീക്കർ പദവി ഒരു വഴിയമ്പല കിഴി, അങ്ങനെയല്ലേ സുധീശ? ആ ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനങ്ങനെ കരുതുന്നില്ല. അത് ഒരു വഴിയമ്പല കിഴിയായിരുന്നില്ല. കേരള നിയമസഭയിലെ സ്പീക്കർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാൾ, ആ പരിവേഷം, ആ ലെഗസി അവസാനിപ്പിച്ചുകൊണ്ടാണ് ജി കാർത്തികേയൻ കടന്നുപോയത്. അന്നൊരു പക്ഷേ വളരെ ബോധപൂർവമായ ഒരു ചിന്തയുടെ പുറത്തായിരിക്കണം അത് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ പദവി കൊടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തോട് അത് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. എന്നോട് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്പീക്കർ അടക്കം 2 പേരുടെ മാത്രം പിന്തുണ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ്റിനെ നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ ഇടപെടലുകൾക്ക് സാധിച്ചു. പക്ഷേ അന്നേരവും സ്പീക്കർ എന്ന പദവി, അതിൻ്റെ ഔന്നത്യം ഒട്ടും കുറഞ്ഞു പോകാതെ ഇരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. നമുക്കറിയാം, ഞാൻ അടുത്ത കാലത്ത് നിയമസഭയിൽ പോകുന്നില്ല, നമ്മുടെ ഷംസീർ എങ്ങനെയാണ് അത്തരം സന്ദർഭങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ബഹളങ്ങൾ, പ്രശ്നങ്ങൾ, കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ എല്ലാ സ്പീക്കർമാരുടെയും രക്ഷ വാച്ചാൻവാർഡ, ആ വെള്ളക്കുപ്പായമിട്ട ആളുകളാണ്. പക്ഷേ കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന സമയത്ത് വാച്ചാൻവാർഡ് എന്ത് പ്രശ്നമുണ്ടായാലും വാച്ചാൻവാർഡ് വേദിക്ക് മുമ്പിലേക്ക് വരരുതെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്ത ഒരു സ്പീക്കറായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കാർത്തികേയൻ ജയിച്ചോ തോറ്റോ, കാർത്തികേയന് അർഹിക്കുന്ന പദവികൾ ലഭിച്ചോ അവസരങ്ങൾ ലഭിച്ചോ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു ദീപ്തമായ ഓർമ്മയായിട്ട് എന്നും നിൽക്കുന്ന ഒരു നാമമായിരിക്കും കാർത്തികേയൻ്റേത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എപ്പോഴും ഞാൻ
അദ്ദേഹത്തെ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും മറ്റൊരാളുടെ പ്രസംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒരു ഓർമ്മയാണ് അത്. ആർ ബാലകൃഷ്ണപിള്ളയുടെ വളരെ വിവാദ വിഷയമായ പഞ്ചാബ് മോഡൽ പ്രസംഗം. അത് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഞാൻ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അത് പിന്നീട് വലിയ വിവാദമായപ്പോൾ GK എന്നെ ഒരിക്കൽ വിളിച്ചു. ഞാനെന്ന് എറണാകുളത്താണ്. അങ്ങനെയാണ് ഞങ്ങളൊരു സൗഹൃദത്തിലേക്ക്, സ്നേഹബന്ധത്തിലേക്ക് കടക്കുന്നത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ. ലീഡർ കരുണാകരനും എന്നെ ആദ്യം സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് ചോദിക്കാനാണ്. എന്നെ വിളിച്ചതല്ല, കൊച്ചിയിൽ NN സത്യവ്രതനെ വിളിച്ചു. അദ്ദേഹം എനിക്ക് ഫോൺ തന്നു, ഞങ്ങൾ സംസാരിച്ചു. അന്ന് തുടങ്ങിയ ഈ വർഷങ്ങളിലെ ഒരു സൗഹൃദം, സ്നേഹബന്ധം, സൗരഭ്യം പരത്തുന്ന ഒരു സ്നേഹബന്ധം. ഞാനതാണ് ആദ്യം പറഞ്ഞത്. അതിൻ്റെ പേരിലുള്ളൊരു അവകാശമാണ് എനിക്കിന്നിവിടെ ലഭിച്ച 10 മിനിറ്റ്. ഞാനതിന് വളരെ നന്ദിയുള്ളവനാണ്. ഇതിൻ്റെ സംഘാടകരോട്, ശബരിയോട്, DC ബുക്സിനോട്, സുധീഷിനോട്, എല്ലാവരോടും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഈ പുസ്തകം, ഇതെൻ്റെ ജോലിയല്ലെങ്കിൽ ഞാനൊരു വാക്കുകൂടെ പറയാണ്. ഈ പുസ്തകം DC ബുക്സിൻ്റെ സ്റ്റോളിലുണ്ടാകും. അവരാണ് പ്രസാധകർ. ഈ പുസ്തകം എഴുതിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം പൂർത്തിയാകുന്നത് നിങ്ങളെല്ലാവരും അത് വാങ്ങിച്ച് വായിക്കുമ്പോഴായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, സ്നേഹം. നന്ദി സാർ. നമ്മുടെ പ്രോഗ്രാം സമാപിക്കുകയാണ്. വളരെ ഹ്രസ്വമായ വാക്കുകളിൽ നന്ദി പറയുവാൻ പ്രിയങ്കരനായിട്ടുള്ള രചയിതാവ്, പ്രിയപ്പെട്ട ഇതിനു വേണ്ടിയെല്ലാം അധ്വാനിച്ച പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സുധീഷൻ അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് ശ്രീ ശബരി, സണ്ണിക്കുട്ടി എബ്രഹാം, സുലേഖ ടീച്ചർ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ടൈം കഴിഞ്ഞു എന്ന് കുറിപ്പ് കൊടുക്കുന്നത് സ്പീക്കർ മുമ്പിൽ വെച്ച് ഞാൻ കണ്ടു. അപ്പോൾ കൂടുതലൊന്നും പറയാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അവകാശമില്ല. വെറും പുസ്തക കച്ചവടം ഒരു ഉത്സവമാക്കി മാറ്റുകയും അതൊരു സാംസ്കാരിക കൂട്ടായ്മയാക്കി വളർത്തുകയും ചെയ്ത ആ സാംസ്കാരിക കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ഒരിടം തന്ന, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവസരമുണ്ടാക്കി തന്ന GKയോടുള്ള താല്പര്യവും ഞങ്ങളോടുള്ള താല്പര്യവുമാണെന്നറിയാം. സ്പീക്കറുടെ ആ നടപടി ഞാൻ അങ്ങേയറ്റം കൃതാർത്ഥരാണ്, നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞങ്ങളുടെ നേതാവ് GK, നേരത്തെ ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അദ്ദേഹത്തിൻ്റെ വഴികാട്ടിയായിരുന്നു GK എന്ന്. ആ അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചതും അദ്ദേഹം വന്നതും. അദ്ദേഹത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 2015 മാർച്ച് 7 എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അന്ന് വീക്ഷണത്തിൻ്റെ 39ാമത് വാർഷികമാണ്. വലിയ ആഘോഷം എറണാകുളത്ത് വീക്ഷണം അങ്കണത്തിൽ സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിലെ മിക്ക കോൺഗ്രസ് നേതാക്കളും, AK ആൻ്റണി, വയലാർജി, ജോസേട്ടൻ, AC ജോസ് എന്ന മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹമാണ്, KPC പ്രസിഡന്റ് VM സുധീരൻ, അങ്ങനെയുള്ള രമേശ് ചെന്നിത്തല, അങ്ങനെയുള്ള എല്ലാ നേതാക്കളും അന്ന് വീക്ഷണത്തിൻ്റെ അങ്കണത്തിലുണ്ട്. പെട്ടെന്നൊരു ഫോൺ വരുന്നു രമേശ് ചെന്നിത്തലയുടെ ഫോണിൽ. അദ്ദേഹത്തിൻ്റെ മുഖം വിളറുന്നു, കണ്ണും നനയുന്നു. അദ്ദേഹം സ്റ്റേജിൽ ഇരുന്ന മറ്റുള്ളവരോട് മർമറിങ് പറയുന്നു. നിമിഷങ്ങൾക്കകം ജോസേട്ടൻ വന്ന് മൈക്കിൽ കൂടെ പറയുന്നു, നമ്മുടെ പരിപാടി മൊത്തം നിർത്തുകയാണ്. നമ്മുടെ കാർത്തികേയൻ്റെ നില അതീവ ഗുരുതരമാണെന്നൊരു ഫോൺ സന്ദേശം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതീവ ഗുരുതരമായിരുന്നില്ല, ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അവിടെ എല്ലാവർക്കും മനസ്സിലായി. ആ സമ്മേളനം മരണത്തിൻ്റെ കരിമ്പടം മൂടി കിടന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ
VM സുധീരൻ എന്നോടത്ത് പറഞ്ഞു, നമ്മളാരും വിചാരിക്കുന്നയാളല്ല GK, സുധീശനൊന്ന് പഠിക്കണം, സുധീശൻ ഒരു പുസ്തകം എഴുതണമെന്ന്. അന്ന് ആഗ്രഹിച്ചതാണ് ഈ പുസ്തകം എഴുതണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ 10 കൊല്ലം കഴിഞ്ഞു. എന്തുകൊണ്ടത് താമസിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണത്തിന് ഞാൻ മുതിരുന്നില്ല. ഏതായാലും ഡോക്ടർ MR തമ്പാനും സുലേഖ ടീച്ചറും വിചാരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുസ്തകം ഇറക്കാൻ കഴിഞ്ഞതെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. സുലേഖ ടീച്ചറാണ് എനിക്കിതിൻ്റെ മജ്ജയും മാംസവും ഒക്കെ ഉണ്ടാക്കി തന്നത്. ടീച്ചർക്കറിയാത്ത കാര്യങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ ഈ പുസ്തകരചനയിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് സുലേഖ ടീച്ചറോടാണ്, പിന്നെ ഡോക്ടർ MR തമ്പാനോടാണ്. അദ്ദേഹം ഇന്നിവിടെ ഇല്ല, അദ്ദേഹം മാഹിയിൽ ഒരു മരണത്തിന് പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ നീട്ടുന്നില്ല, ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇതിന് മൊത്തം ഈ ഇത്രയും വിധമായ രീതിയിൽ ഈ സമ്മേളനം നടത്താൻ, ഈ കൊച്ചൊരു പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഇങ്ങനെയൊരു അവസരമുണ്ടാക്കി എടുത്തത് ശബരിനാഥിൻ്റെ ഒരു പ്രയത്നമാണ്. ഞാൻ ഇന്നാണ് വന്ന് ഈ ഹാള് തന്നെ ഞാൻ കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്, ഇതിൻ്റെ ഓരോ അണുവിലുമുണ്ട്, ഓരോ നടപടികളിലുമുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും അദ്ദേഹം പറയും, ഒന്നും പേടിക്കേണ്ട, ഇനി വന്നാൽ മതി, കയ്യും വീശി വന്നാൽ മതി എന്നാണ് പറഞ്ഞ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ രചയിതാവെന്ന നിലയിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും കടപ്പെടുന്നു. അത് ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ഷണവും എൻ്റെ ക്ഷണവും സ്വീകരിച്ചു വന്ന ഒരുപാട് പേര്, നേരത്തെ ഇവിടുത്തെ ഞങ്ങളൊക്കെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ചന്ദ്രമാഷ്, പിന്നെ MLAമാരായ ചന്ദ്രമോഹൻ, മാലയത്ത് സർവാദേവി, പിന്നെ അങ്ങനെ ഒരു 100 പേരുണ്ട്. ഞാനൊക്കെ ഒന്ന് കുറിച്ചും വെച്ച്. കൊല്ലത്തുനിന്ന് തന്നെ വന്ന KPCC സെക്രട്ടറി, മുൻ PSC മെമ്പർ പിന്നെ ബേബിസൺ, ഇവിടെ തന്നെ KPCC ഭാരവാഹികൾ ഒരുപാട് പേരുണ്ട്. മണക്കാട് സുരേഷിനെ ഞാൻ കണ്ടു, ഒരുപാട് പേരെ കണ്ടു. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ വൈസ് പ്രസിഡൻറ്റ് ശ്രീ നടക്കൽ ശശി, ശ്യാം ജോസഫ്, രാജു അച്ചായൻ, അങ്ങനെ നിരവധി പേർ, ചന്ദ്രമോഹൻ സാറ്, അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേര് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിസ്താര ഭയം കൊണ്ട് ഇവർ ബെല്ലടിക്കും. സാധാരണ പിന്നെ ഈ ഷാർജ ഫെസ്റ്റിനാണെങ്കിൽ അവർ അപ്പം കർട്ടനിടും. ഇവിടെ സ്പീക്കർ ഇരിക്കുന്നതുകൊണ്ടാണ് മൈക്ക് ഓഫ് ചെയ്യാത്തത്. ഞാൻ നീട്ടുന്നില്ല. എല്ലാവർക്കും ഈ ഉച്ചയ്ക്ക് വന്ന ഇതുമായി സഹകരിച്ച GKയോടുള്ള സ്നേഹം കൊണ്ടാണെന്നറിയാം, സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും നന്ദി. ധാരാളം ആളുകൾ, അരുവിക്കര മണ്ഡലത്തിലുള്ള നേതാക്കൾ, പാർട്ടിയിലെ എല്ലാ ആളുകളും, പല ആളുകളും, അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും യോഗത്തിനെത്തിയ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.